ഡിമാൻഡ് പെർഫോമൻസ്. ആരാണ് ഈ പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യേണ്ടത്? രണ്ടാൾക്കാർ ചെയ്തപ്പോൾ രണ്ടാൾക്കാർ കോൺട്രാക്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എ ബീൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എൻ്റെ വീട് പെയിൻറ്റ് ചെയ്ത് തരാമെന്ന് എ ബീൻ്റെ അടുത്ത് പറഞ്ഞു. ഇതിൽ ഈ പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യേണ്ടത് ആരാണ്? പെയിൻറ്റ് ചെയ്ത് തരണം എന്ന് പറയുന്നത് എ ആണോ ബി ആണോ? ഞാൻ പെയിൻറ്റ് ചെയ്യണം എന്ന് പറയാം. അപ്പോൾ ആർക്കാണ് ഈ പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യാൻ പറ്റുക? ഫസ്റ്റത്തെ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് കേസ് പറയുന്നത് കേസ് 1. കേസ് 1ൽ എന്താണ് പറയുന്നത്? വെൻ 2 or more persons make joint promises, promisee may compel any one or more of the joint promises to perform the whole of the promise. അതായത് രണ്ടിൽ കൂടുതൽ ആൾക്കാരോ ജോയിൻറ്റ് പ്രോമിസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യാൻ പറ്റുക ആർക്കാണ്? പ്രോമിസിക്കാണ്. പ്രോമിസിക്ക് ഒരാളുടെ അടുത്തോ അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തോ പോയിട്ട് ഈ പ്രോമിസ് പെർഫോം ചെയ്യാൻ പറയാം. When the contract is performed by one of the promises, he can compel every other joint. ഇപ്പോൾ അതിൽ ഒരാൾ വന്ന് പെർഫോം ചെയ്തു എന്നിരിക്കട്ടെ. അങ്ങനെ ഒരാൾ വന്ന് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ബാക്കിയുള്ളവരുടെ അടുത്ത് നിന്ന് ഈക്വൽ എമൗണ്ട് തരാൻ പറയാം. ഇൻ കേസ് ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു പ്രോമിസറിന് പെർഫോം ചെയ്യാൻ വരാൻ പറ്റിയില്ലെങ്കിൽ ആ നഷ്ടവും ആര് വഹിക്കണം? ബാക്കിയുള്ള റിമൈനിങ് പ്രോമിസസ് ഷുഡ് ബെയർ ദ ലോസ് ഈക്വലി. എന്താ ഒരു സംഭവം മനസ്സിലായി കാണില്ല, ഞാൻ പറഞ്ഞുതരാം. ഇപ്പം സപ്പോസ് ഫറാനക്ക് സബ, ബാസില, മിഫ്സല ഇവർ 3 പേരും കൂടെ 1 ലക്ഷം രൂപ കടം അവർക്ക് കടം കൊടുത്തിരുന്നു തിരിച്ചു തരാനുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 3 പേരും കൂടെ കമ്മിങ് മൺഡേ ആർക്ക് പൈസ തരും? ഫറാനക്ക് പൈസ തരാമെന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്തു. അപ്പോൾ ഇവിടെ ആര് ഡിമാൻഡ് ചെയ്യണം? ഫറാനക്ക് ഇവരുടെ അടുത്ത് ചെന്ന് ഒന്നുകിൽ ഒരാളോട് ചെന്ന് ഡിമാൻഡ് ചെയ്യേണ്ട പൈസ 1 lakh rupees ഇന്ന് തരാമെന്ന് പറഞ്ഞിരുന്നു. തരണം എന്ന് പറഞ്ഞിട്ട് ഫറാനക്ക് ഒന്നുകിൽ ഒരാളുടെ അടുത്ത് പോയി ചോദിക്കുക, ഇല്ലെങ്കിൽ 3 പേരെടുത്തും പോയി ചോദിക്കാം. ഓക്കെ. ഇനി അതിൽ ഒരാൾ, ഞാൻ പേര് പറഞ്ഞ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരാൾ എന്ത് ചെയ്തു? സപ്പോസ് സബ പറഞ്ഞു ഓക്കെ, സബ ഫുൾ 1 lakh rupees കൊടുത്ത് ആ പ്രോമിസ് പെർഫോമായി. ഇനി സബാക്ക് ഈ പൈസ, ഇവൾ കൊടുത്ത പൈസ ഓൾറെഡി 1 lakh കൊടുത്തില്ലേ, പക്ഷെ പ്രോമിസ് കൊടുത്തത് എന്തായിരുന്നു? 3 പേരും കൂടെ 1 lakh കൊടുക്കാം എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവൾ 1 lakh കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി എമൗണ്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ബാക്കി പൈസ ഇവൾക്ക് കളക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഇൻ കേസ് അതിൽ ഒരാൾ, ഇപ്പോൾ സബ കൊടുത്തിട്ടില്ല, സബക്ക് എന്തോ ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി ഒക്കെ വന്ന സമയത്ത് പൈസ ഇല്ല, അപ്പോൾ എന്തായി? 1 lakh ബാക്കി 2 പേരും കൂടെ ഷെയർ ചെയ്തിട്ട് കൊടുക്കണം. ഇതാണ് ഫസ്റ്റ് കേസ് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ, ബി ആൻഡ് സി ജോയിൻലി പ്രോമിസസ് ടു പേ ₹3,000 to T. D may compel either A, B or C to pay ₹3,000. If A pays the whole amount, he can recover 1,000 from B and 1,000 from C. ഇപ്പോൾ A, B, C എന്ന് പറഞ്ഞ 3 ആൾക്കാർ ഡിക്ക് പ്രോമിസ് കൊടുത്തു. അതായത് നമ്മൾ 3 പേരും കൂടെ നിനക്ക് 3,000 തരാമെന്ന് പറഞ്ഞൊരു പ്രോമിസ് കൊടുത്തു. അപ്പം ഡിക്ക് ചെന്ന് എൻ്റെ അടുത്തോ ബീൻ്റെ അടുത്തോ സീൻ്റെ അടുത്തോ പറയാം എൻ്റെ പൈസ തരണം എന്ന് പറഞ്ഞിട്ട്. ഇനി പക്ഷേ എ എന്ത് ചെയ്തു? 3 പേരും ഒരുമിച്ചല്ല, എ കൊണ്ടുപോയി 3,000 ഡിക്ക് കൊടുക്കുന്നു. ഇപ്പോൾ പ്രോമിസ് ഫുള്ളായില്ലേ? പ്രോമിസ് 3,000 കൊടുക്കാമെന്നായിരുന്നു, എ ഒറ്റയ്ക്ക് കൊടുത്തു. ഇനി എ എന്ത് ചെയ്യണം? ബീൻ്റെ അടുത്ത് നിന്നും സീൻ്റെ അടുത്ത് നിന്നും 1,000 വെച്ച് കളക്ട് ചെയ്യണം, കാരണം അവരെ ഷെയറും കൂടി ഇയാളാണ് കൊടുത്തത്. ഇൻ കേസ് സി ഒട്ടും കൊടുക്കാൻ പറ്റുന്നില്ല, സി ഫുൾ എന്തായി? ഇൻസോൾവൻസി ആയി, സിക്ക് പൈസ ഒന്നും എടുക്കാനില്ല. അങ്ങനെയാണെങ്കിൽ ഈ 3,000-നെ 1,500 ഡിവൈഡ് ചെയ്തിട്ട് എയും ബിയും കൂടെ കൊടുക്കണം. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. കേസ് 2. When a person has made a promise to several persons jointly, all the promisees have got the right to claim performance from the promiser. If any of the promisees dies, his legal representatives and the remaining promisees can claim performance from the promiser. When all the promisees are dead, their legal representatives can claim performance from the promiser. നേരത്തെ നമ്മൾ പറഞ്ഞ ജോയിൻറ്റ് പ്രോമിസിന് നേരെ ഉൾട്ട. അതായത് ഇത് പ്രോമിസ് കൊടുക്കുന്നത് ഒരാൾക്കാണ്, പക്ഷേ കൊടുക്കുന്നത് ഒരാളാണ്, പക്ഷെ കൊടുക്കുന്നത് 2-3 ആൾക്കാർക്ക് കൂടെ. ഫോർ എക്സാമ്പിൾ, പി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. പി
3 പേർക്ക് പ്രോമിസ് കൊടുത്തു. അതായത് QRS എന്ന് പറഞ്ഞാൽ 3 പേർക്ക് പ്രോമിസ് കൊടുത്തു. അതായത് ഓരോരുത്തർക്കും 3000 വെച്ച് പേ ചെയ്യാമെന്ന് പറഞ്ഞാൽ P ഒരു പ്രോമിസ് കൊടുത്തു. ഇവിടെ ഈ 3 പേർക്കും ക്ലെയിം ചെയ്യാം, എൻ്റെ 3000 തരൂ എന്ന് പറഞ്ഞിട്ട് പെർഫോം ചെയ്യാൻ പറയാം. ഇൻ കേസ് ഈ QRSൽ ആരെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ ലീഗൽ ഹെയേഴ്സും ഈ ബാക്കി 2 പ്രോമിസീസിനും കൂടെ പെർഫോം ചെയ്യാൻ ചോദിക്കാം. ഇല്ലെങ്കിൽ അവർ എല്ലാവരും മരിച്ചു പോയി. ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞത്. ഇപ്പം ഓക്കെ, ഇതേ എക്സാമ്പിൾ P എന്ത് ചെയ്തു, 3000 Aക്കും 3000 Qനും 3000 Rനും 3000 ആർക്കും കൊടുക്കാമെന്ന് പറഞ്ഞു, എസ്സിനും കൊടുക്കാമെന്ന് പറഞ്ഞു. എപ്പം? കമ്മിങ് മൺഡേ. അങ്ങനെ മൺഡേ ആയി. ഇപ്പോൾ ഇവിടെ ആർക്ക് ഡിമാൻഡ് ചെയ്യാം? Qനും Rനും എസ്സിനും പോയി Pൻ്റെ അടുത്ത് ഡിമാൻഡ് ചെയ്യാം. നീ പ്രോമിസ് ചെയ്ത പൈസ തരൂ എന്ന് പറഞ്ഞിട്ട് ഡിമാൻഡ് ചെയ്യാം. പക്ഷേ പോകുന്ന വഴി എന്ത് സംഭവിച്ചു? പോകുന്ന വഴിയല്ല, കോൺട്രാക്റ്റ് എൻ്റെ ഡേറ്റിന് മുന്നേ Q മരിച്ചുപോയി. അപ്പം Rഉം എസ്സും Qൻ്റെ ലീഗൽ റെപ്രസെൻ്റ്, അതായത് Qൻ്റെ സണ്ണോ ഡോട്ടറോ ആരെങ്കിലും ഉണ്ടാവില്ലേ, അവരും കൂടെ ചേർന്ന് പോയി പെർഫോം ചെയ്യാൻ പറയാം. ഇൻ കേസ് Qയും Rഉം എസ്സും ഒരു കാറിൽ പോകുമായിരുന്നു, 3 പേര് മരിച്ചുപോയി. അങ്ങനെയാണെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് വന്നിട്ട് Pൻ്റെ അടുത്ത് ഡിമാൻഡ് ചെയ്യാം. ഇതാണ് ഹു ക്യാൻ ഡിമാൻഡ് പെർഫോമൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത്രയേ ഉള്ളൂ. അടുത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻ എ പ്രോമിസി ക്ലെയിം പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട് ഫ്രം ദി പ്രോമിസർ വെൻ ഹി ആക്സെപ്റ്റഡ് പെർഫോമൻസ് ഫ്രം എ തേർഡ് പേഴ്സൺ. അതായത് ഇപ്പോൾ പ്രോമിസറും പ്രോമിസിയും തമ്മിലാണല്ലോ പ്രോമിസ് ഉണ്ടാവുക. പ്രോമിസർ പറയുന്നു പ്രോമിസിയുടെ അടുത്ത് ഞാൻ നിനക്ക് 1000 റുപ്പീസ് തരാം. അപ്പോൾ പ്രോമിസി ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ ഇയാൾ എന്ത് ചെയ്തു? പ്രോമിസി എന്ത് ചെയ്തു? പെർഫോമൻസിൻ്റെ ടൈമിന് മുന്നേ പ്രോമിസറിൻ്റെ വീട്ടുകാരോ ആരെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏജൻറ്റോ അല്ലെങ്കിൽ അയാളുടെ സെർവൻറ്റോ ആരുടെയോ കയ്യിൽ നിന്ന് 1000 രൂപ ഇയാൾ കൈപ്പറ്റി. അപ്പോൾ ഓൾറെഡി ഇയാളെ പൈസ കിട്ടി. ഇനി വീണ്ടും പ്രോമിസറിനെ കൊണ്ട് ഈ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, വെൻ എ പ്രോമിസി ആക്സെപ്റ്റഡ് പെർഫോമൻസ് ഫ്രം എ തേർഡ് പേഴ്സൺ ഹി കനോട്ട് എഗെയിൻ ക്ലെയിം പെർഫോമൻസ് ഫ്രം ദ പ്രോമിസർ. പ്രോമിസറിൻ്റെ കയ്യിൽ നിന്നല്ലാതെ വേറെ ആരെയും കയ്യിൽ നിന്നും ആ പ്രോമിസിൽ പറഞ്ഞ എമൗണ്ട് കൈപ്പറ്റി കഴിഞ്ഞാൽ വീണ്ടും പ്രോമിസറിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ പറ്റില്ല. എ ഓസ് ₹100 ടു ബി. ബിക്ക് 100 റുപ്പീസ് കൊടുക്കാനുണ്ട്. സി പേസ് ദ എമൗണ്ട് ടു ബി, ബട്ട് എക്ക് പകരം സി ആ പൈസ കൊടുത്തു കഴിഞ്ഞ്, അതായത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജസാല എനിക്ക് 100 രൂപ തരാനുണ്ട്. അപ്പോൾ ജസാല പറഞ്ഞു പ്രോമിസ് ചെയ്തു മാമിന് ഞാൻ ഇന്ന് വൈകുന്നേരം 100 രൂപ തരാമെന്ന് പറഞ്ഞു. ബട്ട് മിഫ്സല ഓൾറെഡി ജസാലക്ക് 100 രൂപ കൊടുക്കാനുണ്ട്. അപ്പം മിഫ്സൽ എന്ത് ചെയ്തു? മിഫ്സൽ ജസാല കൊടുക്കാനുള്ള 100 നേരിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടുതന്നു. കാരണം അത് എനിക്ക് കിട്ടാനും കൂടെ ഉള്ളതല്ലേ. അങ്ങനെയാണെങ്കിൽ ആ പൈസയും വാങ്ങിച്ചിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കണം, പോയി വീണ്ടും ജസാല അടുത്ത് ചോദിക്കാൻ പാടില്ല. ഓൾറെഡി ഞാൻ ആ പ്രോമിസ് വേറൊരാളുടെ കയ്യിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയാണ് ഇതിൽ പറയുന്നത്. ദിസ് ഈസ് ഓൾ അബൌട്ട് പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട്. താങ്ക് യു.